ഹലോ അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 5 ആണ് കേട്ടോ ശ്രീലങ്കൻ ട്രിപ്പിൻ്റെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള പേസ്ട്രീസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ എടുക്കാനായിട്ട് പോയി കേട്ടോ. ആ ലെമണിൻ്റെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്ലേവറായിരുന്നു ആ ഒരു പേസ്ട്രി പോലത്തെ സാധനം. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമുക്ക് എടുക്കാം. പിന്നെ ഫ്രൂട്ട്സ് എടുത്ത് കുറച്ച് അങ്ങനെ കുറച്ച് ഐറ്റംസ്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ആ ഒരു റെസ്റ്റോറൻറ്റ് തൊട്ടപ്പുറത്ത് തന്നെ. അവിടെ കയറി പക്ഷെ ഒന്നും വാങ്ങിയൊന്നും കിട്ടും. ഞാൻ പറഞ്ഞിട്ട് നല്ല വിലയാണ്. ജസ്റ്റ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആ ഷോപ്പിൽ വെച്ചിരിക്കുന്ന കുറേ ആൻറ്റിക്സ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവിടെ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. ഇവിടെ മെയിനായിട്ട് ഞാനിപ്പോൾ ശ്രദ്ധിച്ചത് ഫുള്ള് നമ്മുടെ എലിഫൻറ്റിൻ്റെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്, ചെറിയ മോഡൽസ് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഫേസിൽ വെക്കുന്ന മാസ്ക് ആണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ പണ്ട് കൊച്ചു ടി വിയിൽ ഡിക്റ്റേറ്റീവ് രാജപ്പൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊരു എപ്പിസോഡ് ഇതേപോലത്തെ മാസ്ക് ഒക്കെ വെച്ചിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു കാർട്ടൂണായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതാണ് ഓർമ്മ വന്നത്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു മാസ്ക്. കുറേ പെയിൻറ്റും അതുപോലെ തന്നെ കുറേ പല ഷേപ്പിലും ഡിസൈൻസിലുള്ള കുറേ മാസ്ക് ഉണ്ടായിരുന്നു. ഫേസ് മാസ്ക് ആണ് കേട്ടോ അത്. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഷോപ്പിൽ. എല്ലാത്തിനും നല്ല വിലയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ആ ഒരു മാസ്ക് ഒക്കെ. കണ്ടില്ലേ, ഫുള്ളും ഇതേപോലത്തെ സാധനങ്ങൾ തന്നെയാണ്. ആൻറ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവിടെ. പിന്നെ അത് അവിടെ ഒരു മിറർ ഉണ്ടായിരുന്നു. ജസ്റ്റ് മിററൊക്കെ ഒന്ന് നോക്കി ഞങ്ങൾ തിരിച്ച് നടക്കാനൊന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ. നല്ല വിലയാണ് പറഞ്ഞത്. കണ്ടില്ലേ, ഈ ഒരു ആനനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ആ ഒരു ഷോപ്പിൻ്റെ പുറത്തായിട്ട് കുറച്ച് ഐറ്റംസ് ഇങ്ങനെ, ഇതെന്താണ് മുട്ടയാണ് തോന്നണത്, എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ അതിൻ്റെ അകത്ത് കുറേ ക്യാബേജ് അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ കുറേ ബൺ അതുപോലെ തന്നെ ബട്ടർ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് അവിടെ ഒരു സോഫ കിടക്കണ്ടായിരുന്നു, അവിടെ ചെന്നിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴാണ് ഇതേപോലത്തെ ഒരു വുഡിൽ ഒരു ആർട്ട് കണ്ടത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഫേസാണ് തോന്നുന്നു, ആൾക്കാരുടെ ഫേസാണ് അതിൽ ആർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ജെം ഗാലറിക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്നിട്ട് നമുക്ക് അവർ ഇതിൽ നിന്ന് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടോ. എന്നിട്ടാണ് നമ്മൾ ആ ഒരു ഗാലറിക്ക് അവർ കൊണ്ടുപോയത്.
അപ്പോൾ ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലാണ് ഇരുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു കേട്ടോ വീഡിയോ പിടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ജെം ഗാലറി. ഇവിടെ നിന്നിട്ട് നമുക്ക് ഗാലറിയാണ് ജസ്റ്റ് കാണാനായിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതിൻ്റെ ഷോപ്പുണ്ട്. അവിടെ നിന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ജെമ്മൊക്കെ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് എന്തൊക്കെ ജെമ്മാണ്, എന്തൊക്കെ തരത്തിലുള്ള ജെമ്മാണെന്ന് ജസ്റ്റ് കാണിച്ചു തരുന്ന ആ ഒരു ഗാലറിയാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ കുറേ ജെമ്മിൻ്റെ പേരുകളും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാ ഞങ്ങൾ ജെമ്മൊക്കെ കണ്ട് നടക്കുന്ന സമയത്താണ് അവിടെ ഒരു റൂമിലിരുന്നിട്ട് ഒരാൾ ജെമ്മിൻ്റെ റിങ് ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടത് കേട്ടോ. ഇത് ജെമ്മ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ അവർ റിങ് ഉണ്ടാക്കി തരും. അങ്ങനെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഷേപ്പ് ചെയ്തിട്ടുള്ള ജെമ്മാണ് കേട്ടോ. നമ്മൾ ഇത്ര നേരം കണ്ടത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പായിരുന്നു. ഇത് പക്ഷേ ഷേപ്പ് ചെയ്തിട്ടുള്ള ജെമ്മാണ്. ഇത് നമുക്ക് വാങ്ങാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഷേപ്പ് ചെയ്തിട്ടുള്ള ജെമ്മ് കാണാൻ തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ജെമ്മിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് പിന്നെ ഇതാണ് ആ ഒരു ഷോപ്പ്. ഇവിടെ ജെമ്മ് കൊണ്ടുള്ള ബ്രേസ്ലെറ്റ്സ്, നെക്ലസ്, അതുപോലെ തന്നെ ഇയറിങ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങുകയും ചെയ്യാം. പിന്നെ സ്റ്റോൺ ആയിട്ട് മാത്രം, അതായത് ജെമ്മായിട്ട് മാത്രം നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പോലെ റിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് ജെം മാത്രമായിട്ട് അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലാ ജെമ്മും കാണാനായിട്ട്. പല സൈസിലായിട്ടുണ്ട് കേട്ടോ, വലുതുണ്ട്, ചെറുതുണ്ട്, അങ്ങനെ പല പല സൈസിലായിട്ടുള്ള ജെമ്മുകൾ നമുക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ ഒരു നെക്ലസ് കണ്ടത്. നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട്, നല്ല അടിപൊളി നെക്ലസ്സാണ്. പിന്നെ ബ്രേസ്ലെറ്റ്സ് ഉണ്ടായിരുന്നു, പല തരത്തിലുള്ള പല ജെം കളർ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ബ്രേസ്ലെറ്റ്സ് ആയിരുന്നു കേട്ടോ എല്ലാം. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ജെം സെലക്ട് ചെയ്തു. ഒരു വൈലറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ശരിക്കും വൈലറ്റ് എന്നല്ല കേട്ടോ, അതിൻ്റെ പേര് വേറെയാണ്. പിന്നെ അവർ നമുക്ക് ആ ഒരു റിങ്ങിൽ വെച്ചിട്ട് കാണിച്ചു തരും കളറൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കും അവർ. നമുക്ക് ഇഷ്ടമുള്ള ജെം അതിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ ആ ഒരു ഗ്രീൻ വാങ്ങിട്ടോ. ഗ്രീൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗ്രീൻ അല്ല, പെരിഡോട്ട് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ആ ഒരു വൈലറ്റിന് വേറൊരു പേരുണ്ടായിരുന്നു, അത് കവറിൽ വെച്ചേക്കണ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വൈലറ്റ് വാങ്ങി, പിന്നെ ഗ്രീൻ, വൈറ്റ് വാങ്ങി കേട്ടോ. ടോട്ടൽ 6 വാങ്ങി. നല്ല കളേഴ്സായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നു കേട്ടോ. പിന്നെ ബസ്സിൽ കയറി പിന്നെ അങ്ങോട്ട് ട്രാവലായിരുന്നു. ഒരു കൾച്ചറൽ ഷോ ഉണ്ടായിരുന്നു, 4 മണിക്കാന്ന് തോന്നുന്നു, 4 മണിക്കായിരുന്നു ഷോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളവിടെ എത്തി. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ബസ് ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണ് കുറച്ചങ്ങോട്ട് നടന്നു പോയത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു റിവറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ ആൾക്കാർ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു റിവറിൻ്റെ സൈഡിൽ. അങ്ങനെ ഞങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് റിവറിൻ്റെ ആ ഒരു സൈഡിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്.
ഇനി ഒരു കുറച്ച് 2 മിനിറ്റും കൂടി നടക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിവിടെയാണ് ആ ഒരു കൾച്ചറൽ ഷോ നടക്കുന്നത്. അതായത് അവരുടേതായിട്ടുള്ള ആ ഒരു കൾച്ചർ നമുക്ക് നമ്മുടെ മുന്നിൽ അവർ പ്രസൻറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ഷോ ആയിരുന്നു, നല്ല കണ്ടിരിക്കാൻ പറ്റിയൊരു ഷോ ആയിരുന്നു. കുറേ ഡാൻസും അതുപോലെ തന്നെ ഫയർ വെച്ചിട്ട് കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഫയർ ഡാൻസാണെന്ന് തോന്നുന്നത് പറയണത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഷോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങും നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇത് ഫയറൊക്കെ വെച്ചിട്ട് ഒരു ഡാൻസ് ആയിരുന്നു. ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടക്കുകയാണ് ബസ്സിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ആ ഒരു റിവറിൻ്റെ അടുത്ത് നമ്മുടെ സാലമാൻഡർ ഇല്ലേ അതിനെ കണ്ടു കേട്ടോ. അതിൻ്റെ ഒരു ചെറുതാണ്. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. റൂമിൻ്റെ കീ അവർ തരും. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ജ്യൂസ് കൊണ്ടുവന്നു കേട്ടോ. ഒരു പച്ചമാങ്ങയുടെ ജ്യൂസായിരുന്നു തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. അങ്ങനത്തെ ഞങ്ങൾ ഫ്രഷായി ഞങ്ങളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇത് നമ്മുടെ 3rd റിസോർട്ടാണ്. ഇത് വലിയൊരു റിസോർട്ടായിരുന്നു കേട്ടോ. കുറേ ലിഫ്റ്റൊക്കെ കയറിയിട്ടാണ് റൂമിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ ഇത് ആ ഒരു ഫുഡിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടായിരുന്നു, നമുക്ക് ആവശ്യത്തിന് കഴിക്കാം. പിന്നെ ഈ ഒരു റിസോർട്ടിൽ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ആ ഒരു മ്യൂസിക് കേൾക്കാനായിട്ട്. ഞങ്ങൾക്ക് അവർ മറ്റേ ശ്രീലങ്കൻ മ്യൂസിക്കായിട്ടുള്ള മാണിക്യം മാക്കേഹിത്തെ ആ ഒരു സോങ് പാടി തന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. പലർക്കും പല സോങ് ആയിരുന്നു അവർ പാടിക്കൊടുക്കുന്നുണ്ടായത്. കണ്ടില്ലേ, ഒരു ടേബിളിൻ്റെ അടുത്തേക്ക് അവർ വന്നിട്ട് അവർ പാട്ട് പാടി തരട്ടെ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഇതിപ്പോൾ വേറൊരു ടേബിളിലിരിക്കുന്ന അവർക്ക് പാടിക്കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ. എല്ലാവർക്കും അറിയാവുന്നൊരു സോങ്ങാണ് കേട്ടോ. ആ ഒരു സോങ് ശ്രീലങ്കൻ സോങ് ആണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കേൾക്കാനായിട്ട്. അടിപൊളിയായിരുന്നു ആ ഒരു സോങ്. Setelah kemudian
അങ്ങനത്തെ ആ ഒരു പാട്ടൊക്കെ നമുക്ക് പാടിത്തന്നു. നല്ല അടിപൊളി പാട്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ അടുത്ത ടേബിളിൻ്റെ സൈഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള സോങ് പാടിക്കൊടുക്കും. അങ്ങനെയാണ് ഇവർ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക്